നിരന്തരം ജാതി അധിക്ഷേപം താക്കീത് നൽകിയത് പലതവണ പവിത്രനെ പിരിച്ചുവിട്ടേക്കും. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ കൊല്ലപ്പെട്ട മലയാളി നഴ്സ് രഞ്ജിതയെ അധിക്ഷേപിച്ച ജൂനിയർ സൂപ്രണ്ട് പവിത്രൻ സസ്പെൻഷനിലാകുന്നത് 1 വർഷത്തിനിടെ 2ാം തവണ. ജാതി അധിക്ഷേപം സംബന്ധിച്ച് ഇതിനു മുമ്പും പവിത്രനെതിരെ പരാതി ഉയർന്നിരുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ MLAയും മുൻ മന്ത്രിയുമായ ഇ ചന്ദ്രശേഖറിനെതിരെയായിരുന്നു ജാതി അധിക്ഷേപം. ഇതിന്റെ പേരിൽ സസ്പെൻഷനിൽ പോയ ശേഷം തിരികെ സർവീസിൽ കയറിയ പവിത്രൻ മാസങ്ങൾക്കിപ്പുറം രാജ്യം നടുങ്ങി നിൽക്കെയാണ് ദുരന്തത്തിൽ ഇരയായ സ്ത്രീക്കെതിരെ പരസ്യമായ അധിക്ഷേപം നടത്തിയത്. ഇയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനാണ് ജില്ലാ കളക്ടറുടെ ശുപാർശ. രഞ്ജിതയ്ക്കെതിരെ നടത്തിയ അധിക്ഷേപത്തിൽ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. രഞ്ജിത നായരെക്കുറിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് അപകീർത്തികരവും സ്ത്രീവിരുദ്ധവുമായ കമന്റിട്ടത്. സംഭവം വലിയ രീതിയിൽ ചർച്ചയായതോടെ വെള്ളരിക്കുണ്ട് താലൂക്ക് ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ട് പദവിയിൽ നിന്ന് പവിത്രനെ റവന്യൂ വകുപ്പ് സസ്പെൻഡ് ചെയ്തു. ഇയാൾ കമന്റ് ഡിലീറ്റ് ചെയ്തെങ്കിലും സ്ക്രീൻഷോട്ട് ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട്. നെല്ലിക്കാട് ശ്രീമദ് പരമശിവ വിശ്വകർമ്മ ക്ഷേത്രം പ്രസിഡന്റാണ് പവിത്രനെതിരെ ആദ്യം പരാതി നൽകിയത്. 2023 ഓഗസ്റ്റിലായിരുന്നു സംഭവം. സമൂഹമാധ്യമത്തിലൂടെയുള്ള അപകീർത്തി പ്രചാരണവുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിൽ ADM അന്ന് പവിത്രന് താക്കീത് നൽകി. 2024 ഫെബ്രുവരിയിൽ സമൂഹമാധ്യമത്തിൽ അപകീർത്തിപ്പെടുത്തിയെന്ന് കാണിച്ച് V ഭുവനചന്ദ്രൻ സമർപ്പിച്ച പരാതിയിലും സമൂഹമാധ്യമത്തിൽ കമന്റുകളോ പോസ്റ്റുകളോ ഇടുമ്പോൾ കൂടുതൽ ജാഗ്രത വേണമെന്ന് കാണിച്ച് ഇയാളെ മേലുദ്യോഗസ്ഥൻ താക്കീത് ചെയ്തിരുന്നു. ഇതോടെ തന്റെ ഫേസ്ബുക്കിലെ പേര് പവി ആനന്ദാശ്രമം എന്നാക്കി മാറ്റിയ പവിത്രൻ ഇതിലൂടെ മുൻ മന്ത്രിയും കാഞ്ഞങ്ങാട് MLAയുമായ ഇ ചന്ദ്രശേഖറിനെ വ്യക്തിപരമായും ജാതീയമായും അധിക്ഷേപിച്ച് പോസ്റ്റ് പ്രചരിപ്പിച്ചു. ഇതേ തുടർന്നാണ് ഇയാളെ 2024 സെപ്റ്റംബർ 18 സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. പിന്നീട് നടപടികൾ പൂർത്തിയാക്കി ലഘുശിക്ഷയായ സെൻഷർ നൽകി നടപടി തീർപ്പാക്കി. ഇതോടെ 2024 നവംബർ 7 ഇയാൾ സർവീസിൽ തിരികെ പ്രവേശിച്ചു. എന്നാൽ 7 മാസത്തിനുപുറം നാടിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന നിലയിൽ വീണ്ടും ഫേസ്ബുക്കിൽ പ്രതികരിച്ചതോടെയാണ് സസ്പെൻഷനും അറസ്റ്റുമടക്കം നടപടിയുണ്ടായത്.